ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലെ എണീച്ച് നാഷ്ട പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ എടുത്തില്ല, വയ്യ. ഇപ്പോൾ ജലദോഷം തലവേദനയൊക്കെയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാനൊരു വലിയ മൂടൊന്നുമില്ല, എന്നാലും പിന്നെ എടുക്കേണ്ടതായിട്ട് അങ്ങനെ എടുത്തു. രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുട്ടിക്കും വയ്യ. ചോറിനൊക്കെ വെള്ളം വെച്ചു, വെള്ളം തിളച്ചത് അരിയിടാണ്. അരി ഇട്ടിട്ട് ഇന്നിപ്പോൾ എന്താ കറി വയ്ക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഈ അരി ഇടുന്നത്. പച്ചക്കറി ഉണ്ട്, പക്ഷേ എല്ലാവർക്കും തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് പച്ചക്കറി വേണ്ടാന്ന് അങ്ങനെ വിചാരിച്ചിട്ടു. പിന്നെ കുട്ടിക്ക് വയ്യ, സൗണ്ടിനൊക്കെ വലിയ പ്രശ്നമുണ്ട് കേട്ടോ, ക്ഷമിക്കണേ. പിന്നെ അതാ അരി കഴുകിയിട്ടിട്ട് പാത്രമൊക്കെ കഴുകാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ എണീച്ച് നാഷ്ട പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സമയം 9:30 ഒക്കെ ആയിട്ടുണ്ട്. 9:30 10 മണിയാകാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചോറിന് റെഡിയാക്കിക്കൊണ്ട് അങ്ങനെ ഞാൻ തിരുമണില്ലല്ലോ, അതാ ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തിരുമ്പലില്ലല്ലോ, അങ്ങനെ അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ആ പരിപാടിക്ക് നിന്നു കേട്ടോ. ഇന്ന് തിരുമണില്ല, നാളെ തിരുമ്പാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് അടിച്ച് വാരി തുടയ്ക്കുകയാണ്. അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ കൂട്ടാൻ വയ്ക്കൽ തന്നെ പണിയുള്ളൂ കേട്ടോ. പിന്നെ കുളിക്കുക, തിരുമ്പുക, അല്ല കുളിക്കുക, നിസ്കരിക്കുക, ചോറ് കഴിക്കുക, കിടക്കുക, അതൊക്കെ തന്നെ പരിപാടി ഇന്ന് കാര്യമായിട്ട് പണിയെടുക്കാൻ വയ്യ. അതാ ഒന്നാമത്തെ പണിയൊക്കെ ഉണ്ടാവും. ഇന്നലെയൊക്കെ പിന്നെ കാര്യമായിട്ട് പണി എടുത്തിട്ടുമില്ല, കാരണം ഇന്നലെയും വയ്യ, അമ്മയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇമ്മ പണിയൊക്കെ ചെയ്തു തന്നു. അതുകൊണ്ട് ഇന്നലെയും കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല. ജലദോഷം പിടിച്ചൊക്കെ തലവേദനയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ എന്താ വിശേഷം? എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ തന്നെ വേഗം അടിച്ച് വാരിയാണ്, കംപ്ലീറ്റ് അടിച്ച് വാരി എടുക്കുക. റൂമൊക്കെ അടിച്ച് വാരി എടുത്തിട്ട് തുടയ്ക്കണം. പിന്നെ വിചാരിച്ചു എന്നാൽ മുട്ടക്കറി വെക്കാമെന്ന്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഒരു ഉപ്പേരി ആക്കിയിട്ട് എന്താണ് മുട്ട കറി വെക്കാൻ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയി തുടച്ചു. നല്ല പൊടിയുണ്ട്, ഇപ്പോൾ കാറ്റ് കാലമല്ലേ, അതുകൊണ്ട് നല്ല പൊടി, വീട്ടിനുള്ളിലൊക്കെ നല്ല പൊടിയാണ് കേട്ടോ. അടിച്ചാലും അങ്ങനെ നിറച്ച് മണ്ണായിരിക്കും. മണ്ണ് പറഞ്ഞാൽ നല്ല മണ്ണുണ്ടാവും കേട്ടോ. പിന്നെ വേഗം അടിച്ച് വാരി എടുക്കുകയാണ്. അടിച്ച് വാരിയിട്ട് തുടയ്ക്കണം. അപ്പോൾ ഹാളിൽ നല്ല പൊടി മണ്ണുണ്ട്, കാരണം ഇവിടെ എന്താണ് മണ്ണെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ പാറിയിട്ട് അങ്ങനെ ജനലുമൊക്കെ പൊടിയാണ്. ഇനിയിപ്പോൾ നനച്ചുള്ളിപ്പണി തുടങ്ങുമ്പോൾ ഈ പരിപാടി എപ്പോൾ തുടങ്ങണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കും. കാരണം ഇപ്പോൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, കാരണം അത്രയും പൊടിയാണ് കേട്ടോ. വീട്ടിലൊക്കെ പൊടിയാണ്, ജനലിലും ഒക്കെ വാതിലിലും ഒക്കെ പൊടി. സിറ്റ് ഔട്ടിലൊക്കെ എത്രയോ ദിവസം നമ്മൾ ചൂലെടുക്കാത്ത പോലെ തോന്നും കണ്ട. പിന്നെ മുമ്പത്തും അത്യാവശ്യം പൊടിയുണ്ട്, മണ്ണൊക്കെ. അങ്ങനെ പിന്നെ അതാ ഒക്കെ അടിച്ച് വാരി എടുത്താണ്. അടിച്ച് വാരി കഴിഞ്ഞിട്ട് തുടയ്ക്കുക. അപ്പോഴേക്കും ചോറ് അവിടെ വേകും. എൻ്റെ അടിച്ച് വാരി തുടച്ചെടുക്കുമ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടാവും. ഞാൻ ചോറിന് അരിയിട്ട് ഒരു വിറക് ഇട്ട് ഒരു ചകിരി ഇട്ടുകൊണ്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് തിരിഞ്ഞ് നോക്കില്ല. പിന്നെ അത് തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തുമ്പോൾ ഒന്ന് വെന്തോ നോക്കും. അപ്പോൾ പിന്നെ വേഗം വെന്തെന്ന് ഉറപ്പായി വേഗം പോയിട്ട് എന്താണ് ഊറ്റും. അതാണ് എപ്പോഴും ചെയ്യാറ് കേട്ടോ. കുട്ടിയാണെങ്കിൽ കുട്ടി ഇപ്പോൾ അംഗൻവാടിക്ക് മുകളിലല്ലോ, അവളുടെ കളിസാധനം കംപ്ലീറ്റ് പരത്തി കൊണ്ടിടും കണ്ടോ. കുട്ടികളായാലും എന്തായാലും അങ്ങനത്തെ പരിപാടിയൊക്കെ അവൾ ചെയ്യും. പിന്നെ അതാ അങ്ങനെ അടിച്ച് വാരൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ തുടയ്ക്കുകയാണ്. അടിക്കൽ കഴിഞ്ഞതും തുടയ്ക്കാൻ തുടങ്ങി. തുടയ്ക്കലും കഴിഞ്ഞിട്ട് ചോറ് കൂട്ടാൻ വെക്കണം കേട്ടോ. അപ്പോഴേക്കും ചോറൊക്കെ വെന്തു. എനിക്കിന്ന് വോയിസ് ഓവർ കൊടുക്കാനും വയ്യ, പിന്നെ കൊടുക്കാതെ പറ്റില്ലല്ലോ കൊണ്ട് പിന്നെ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്താ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ ചെയ്യണം, നമുക്കൊരു സമാധാനക്കേടല്ലേ. ഞാനിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വീഡിയോ. പിന്നെ ഇപ്പോൾ തന്നെ അത് ഇടയിൽ സ്റ്റോപ്പായി പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ വേഗം തുടച്ചെടുക്കട്ടെ. ഇക്കാക്ക് വർക്കുണ്ട്, അപ്പോൾ ഇക്കൊന്നും ഉച്ചയ്ക്ക് വരില്ല. ഞാനിന്ന് കറിയൊന്നും വെക്കണില്ല എന്നൊക്കെ വിചാരിച്ചു, കാരണം വയ്യാത്തത് കൊണ്ട്. പിന്നെ അത് വെക്കാണ്ടിന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരമായാലും നമ്മളതിൽ തന്നെ നിൽക്കണ്ടേ. ഉച്ചയാകുമ്പോഴേക്കും ചോറും കൂട്ടാനും പരിപാടി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമുക്ക് വൈകിട്ടേക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വെച്ചില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം മെനക്കെട്ട് നിൽക്കണം. അപ്പോൾ പിന്നെ വയ്യെങ്കിലും എനിക്ക് പറ്റാവുന്ന പണികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ
എന്താ പിന്നെന്താ നിങ്ങളുടെയൊക്കെ വർത്താനം? അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ തുടയ്ക്കലും കഴിഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും തന്നെ ചോറ് തിളച്ച് അവിടെ വെന്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ചോറിൽ തന്നെ ഞാൻ മുട്ട നല്ലോണം കഴുകി വേകാനിട്ടിട്ട്, കാരണം അപ്പോഴേക്കും അത് വേകുമല്ലോ, ചോറിലിട്ട് വേഗം വേകും. പിന്നെ അപ്പോഴേക്കും അപ്പുറത്ത് കറി ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് അത് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ മുളക് പൊടികളൊക്കെ ഇട്ട് തിളച്ചു. അപ്പോഴേക്കും അത് ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചു. അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും ഒക്കെ അതിൽ തന്നെ ഇട്ട് വെച്ചു കേട്ടോ. കംപ്ലീറ്റ് അതിൽ തന്നെ ഇട്ട് വെച്ചു. അപ്പോഴേക്കും മുട്ട അവിടെ പുഴുക്കി വെച്ചിട്ടുണ്ടല്ലോ. എനിക്കും കുട്ടിക്കല്ലേ വേണ്ടല്ലോ, പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ മുട്ട പുഴുക്കി അതിൽ കിട്ടാൽ മതിയല്ലോ. അങ്ങനെ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചു കേട്ടോ. ഒന്ന് കറി നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ കൂട്ടി മുട്ടയിട്ടു, പിന്നെ ഉപ്പേരിയും വെച്ചു. കണ്ടോ, നല്ല തിളയ്ക്കണം കേട്ടോ. ഇത് ശരിക്കും മീൻ കറി പോലെ തന്നെയാണ്, നമ്മൾ മീൻ കറി വെക്കില്ല അതേ മെത്തേഡ് തന്നെയാണ്. മീനിന് പകരം മുട്ടയായിരുന്നു കേട്ടോ. ഇതിൽ പുളിയിട്ട് നന്നായിട്ടുണ്ടാവും, ചോറിനൊക്കെ നന്നായിട്ടും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ തേങ്ങ ഒഴിച്ചു. തേങ്ങ നന്നായി തിളച്ച് വരട്ടിയിട്ട് അപ്പോൾ നമുക്ക് മുട്ടയിട്ട് പറഞ്ഞാൽ നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ നന്നായിരിക്കും കേട്ടോ. പക്ഷേ ഇത് മീൻ കറി പോലെ മീൻ കറിയിൽ മല്ലിയില ഇടാറില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ മല്ലിയില ഇട്ടില്ല കേട്ടോ. പിന്നെ മുട്ടനെ മുറിച്ചിടുമ്പോഴാണ് അതിലേക്ക് ചാറിൻ്റെ പുളിപ്പും എല്ലാം അതിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്കും കുട്ടിക്കുള്ളത് അവിടെ മുറിച്ചവിടെ ഇട്ടു. അങ്ങനെ അത് സെറ്റായി. അപ്പോഴേക്ക് ഇപ്പുറത്ത് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുകും ഉള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് ഈ ഞാൻ മുറിച്ച് വെച്ച മുറിക്കല്ല കേട്ടോ, ചോപ്പറിലിട്ട് എടുത്തതാണ്. അപ്പോൾ പിന്നെ വേഗം ആവുമല്ലോ. ചോപ്പറിൽ വേഗം 2-3 വലിച്ച അതായി കിട്ടും. അപ്പോൾ പിന്നെ അത് ആ പണി വാടി നോക്കി. പിന്നെ അത് കഴിഞ്ഞ് കുളിച്ചു നിസ്കരിച്ചു. കുട്ടി നേരത്തെ ഞാൻ ഈ ഉപ്പേരി വെക്കുന്ന ടൈമാണെങ്കിൽ കുട്ടി കിടന്ന് അങ്ങനെ ഉറങ്ങിയിരിക്കുന്നു. ഇന്നലെ കുട്ടി എന്താണെന്നറിയില്ല, ഇന്നലെ നല്ല ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവളങ്ങനെ ഉറങ്ങി. അപ്പോൾ ശരി ഉറങ്ങിക്കോട്ടെ, ഉറങ്ങി ചോറ് കൊടുക്കുക പറഞ്ഞിട്ട് പിന്നെ അവളങ്ങനെ ഉറങ്ങി. ഞാൻ എൻ്റെ കുളി നിസ്കാരം കഴിഞ്ഞിട്ട് ചോറൊക്കെ വെച്ചു. ഞാനും അങ്ങനെ വയ്യാതെ ഒന്ന് കിടന്നങ്ങനെ ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കംപ്ലീറ്റ് അതിലേക്ക് കൊട്ടുക. പക്ഷേ ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ തന്നെ ഒഴിക്കാൻ പാടില്ല. അതിലിത് വെന്ത് കിട്ടും. ആവിയിൽ വേഗം എന്നാണ് പറയുക. പക്ഷേ എല്ലാവരും ആവിയിലെ ഉപ്പേരിയിലൊന്നും വെള്ളം ഒഴിക്കാറില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയില്ല, എന്താണെന്നറിയില്ല, വെള്ളം ഒഴിക്കാണ്ടായി അത് കരിഞ്ഞൊന്നും വായിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും തുള്ളി വെള്ളമൊക്കെ ഒഴിക്കും. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ റെഡിയായി കണ്ടാവും. അപ്പോഴേക്കും എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. നല്ല മുട്ടക്കറിയും ഉപ്പേരി, നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കൂട്ടി ചോറ് വെച്ചു. ബായ്.